വിദ്യാർത്ഥികളെ, പോളാർ കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ രണ്ടാം വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ് vs പോളാർ കോർഡിനേറ്റ്സ് അഥവാ റെക്ടാങ്കുലർ ദാറ്റ് ഈസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും പോളാർ കോർഡിനേറ്റ് സിസ്റ്റം തമ്മിലുള്ള റിലേഷൻ, അത് തമ്മിലുള്ള ബന്ധം, അതിനെക്കുറിച്ചാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് അറിയുന്ന കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ദാറ്റ് ഈസ് ഒരു ആർബിറ്ററി പോയിൻ്റ് XY ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. XY പ്ലെയിനിലെ ഒരു ആർബിറ്ററി പോയിൻ്റ് XY ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ X എന്നുള്ളത് ഒറിജിനിൽ നിന്ന് ഈ ലൈനിലേക്കുള്ള അകലമാണ്, അഥവാ ഇത് ഇവിടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് പറഞ്ഞാൽ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, ദാറ്റ് ഈസ് X. നെക്സ്റ്റ് Y എന്നുള്ളത് ഈ ലെങ്ത്, ഈ ലൈനിൻ്റെ ഡിസ്റ്റൻസ്. ഈ ഫസ്റ്റ് ക്വാർട്ടറിനോട് രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് ഡിസ്റ്റൻസ് എന്ന് തന്നെ എടുക്കാം, ദാറ്റ് ഈസ് Y. നെക്സ്റ്റ് therefore XY നമുക്ക് അറിയുന്നത് പോലെ പോളാർ കോർഡിനേറ്റ് ഈ പോയിൻറ്റും അതുപോലെ ഒറിജിൻ തമ്മിലുള്ള ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് R എന്നെടുത്ത്, അതുപോലെ തീറ്റ പോസിറ്റീവ് X ആക്സും ഇനീഷ്യൽ റേഞ്ച് തമ്മിലുള്ള ആംഗിളാണ് തീറ്റ. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ഒരു ട്രയാങ്കിൾ OAB എന്ന ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാം. റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. therefore from this sin theta equal to opposite side by hypotenuse that is y by r. അതുപോലെ തന്നെ cos theta equal to adjacent side divided by hypotenuse that is x divided by r. From this y equal to r sin theta. From this x equal to r cos theta. ദാറ്റ് ഈസ് എക്സ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലെ എക്സ് എന്നുള്ളത് ആർ കോസ് തീറ്റയും വൈ എന്നുള്ളത് ആർ സൈൻ. ഇതാണ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റവും അതേപോലെ പോളാർ കോർഡിനേറ്റ് സിസ്റ്റവും തമ്മിലുള്ള റിലേഷൻ. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൂടി പുതിയ കുറച്ച് റിലേഷൻസും കൂടി ഡിറൈവ് ചെയ്യാം. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദാറ്റ് ഈക്വൽ ടു എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ദാറ്റ് ഈസ് ആർ സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് y square equal to r square sin square theta plus x square that is r square cos square theta that equal to r square into sin square theta plus cos square theta that equal to r square, since sin square plus cos square theta equal to 1, that equal to x square plus y square equal to, that is first result, x square plus y square equal to r square. Next, you know that sin theta equal to y by r. അതുപോലെ cos theta equal to x by r. From this sin theta divided by cos theta that equal to y by r divided by x by r. R cancel ചെയ്യാം, that equal to y by x. That implies tan theta, that is sin theta divided by cos theta, that is tan theta equal to y by x. Second result, tan theta equal to y by x. ഓക്കെ, ഇത്രയും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സിമ്പിളാണ്, തമ്മിലുള്ള റിലേഷൻ ഡെറിവ് ചെയ്യാനും സിമ്പിളാണ്. സിമ്പിൾ പൈതഗോറൻ ട്രിഗണോമെട്രിക് റിസൾട്ട് എന്നാണ് ഇത്രയും റിസൾട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ: ദ പോയിന്റ് 4π/6 ഈസ് ഗിവൺ ഇൻ പോളാർ കോർഡിനേറ്റ്സ്. ഫൈൻഡ് ഇറ്റ്സ് റെപ്രസെൻറ്റേഷൻ ഇൻ റെക്ടാങ്കുലർ കോർഡിനേറ്റ്സ്. തന്നിട്ടുള്ളത് പോളാർ കോർഡിനേറ്റ്സിലെ റെപ്രസെൻറ്റേഷനാണ്. ഇതിൻ്റെ കറസ്പോണ്ടിങ് റെക്ടാങ്കുലർ റെപ്രസെൻറ്റേഷൻ നമുക്ക് എഴുതണം. ദാറ്റ് ഈസ്
solution, given that r equal to 4 and theta equal to pi by 6. ഓക്കെ, നമുക്കറിയുന്ന കാര്യമാണ് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ഫസ്റ്റ് ഇത് ഏത് കോർഡിനേറ്റിലാണ്, ഏത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് കോർഡിനേറ്റ് ഉണ്ട്, ക്വാഡ്രൻ്റ് ഉണ്ട്, ഏത് ക്വാഡ്രൻ്റിലാണ് നിൽക്കുന്നത് നമുക്കൊന്ന് നോക്കാം. പൈ ബൈ 6, ദാറ്റ് ഈസ് പൈ ബൈ 6 30 ഡിഗ്രി ആണ്. 30 ഡിഗ്രി ഫസ്റ്റ് ക്വാഡ്രൻ്റിലാണ്. ദർഫോർ ഇവിടെയാണ് ആ പോയിന്റ്, ദാറ്റ് ഈസ് 4 പൈ ബൈ 6. ഓക്കെ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ പോയിൻ്റാണ്. നമുക്കറിയാം എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, ആർ തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ തീറ്റയും തന്നിട്ടുണ്ട്. ദർഫോർ എക്സ് ഈക്വൽ ടു 4 ഇൻറ്റു കോസ് പൈ ബൈ 6, ദാറ്റ് ഈക്വൽ ടു 4 ഇൻറ്റു കോസ് പൈ ബൈ 6 റൂട്ട് 3 ബൈ 2. 2 ക്യാൻസൽ ചെയ്താൽ 2 റൂട്ട് 3. That is x equal to 2 root 3. Next y equal to r sin theta, that equal to 4 into sin pi by 6, that equal to 4 into 1 by 2, that's equal to 2. That is r theta corresponding xy ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞുള്ളത്. That is 2 root 3. Okay. Problem 5. The point -1, 1 is given rectangular coordinates. Find its representation in polar coordinates. തന്നിട്ടുള്ള -1, 1 എന്ന പോയിന്റ് റെക്ടാങ്കുലർ കോർഡിനേറ്റ്സിലാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ കറസ്പോണ്ടിങ് പോളാർ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കണം. ഓക്കെ, ദർഫോർ എക്സ് ആണ് തന്നിട്ടുള്ളത്. എക്സ് ഈക്വൽ ടു -1 ആൻഡ് വൈ ഈക്വൽ ടു 1. കണ്ടുപിടിക്കേണ്ട ആർ കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ തീറ്റ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയാം എക്സ് സ്ക്വയർ പ്ലസ്, കഴിഞ്ഞ തൊട്ട് മുന്നേ നമ്മൾ പറഞ്ഞു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. ഫ്രം ദീസ് -1 ഹോൾ സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ, ദാറ്റ് ഈക്വൽ ടു 2 ഈക്വൽ ടു ആർ സ്ക്വയർ. ഫ്രം ദീസ് ആർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് 2. ഓക്കെ, ഇവിടെ ആർ നമ്മൾ പോസിറ്റീവായിട്ടാണ് ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു, ആർ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും ചൂസ് ചെയ്യാം. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മൾ ആർ പ്ലസ് റൂട്ട് 2 ആയി ചൂസ് ചെയ്യണം. ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു റൂട്ട് 2. നെക്സ്റ്റ് തീറ്റ ഈക്വൽ ടു, പക്ഷേ തൊട്ട് മുന്നത്തെ റിലേഷന് ടാൻ തീറ്റ ഈക്വൽ ടു വൈ ബൈ എക്സ്, ഇങ്ങനൊരു ഇക്വേഷൻ കൂടി നമ്മൾ ഡെറൈവ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രം this tan theta equal to 1 divided by -1, that is x equal to -1, y equal to 1, that is tan theta equal to -1. ഓക്കെ, ഫസ്റ്റ് നമുക്ക് ഈ തന്നിട്ടുള്ള പോയിന്റ് ഏത് ക്വാഡ്രന്റിലാണ് കിടക്കണമെന്ന് ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് y x equal to -1, y equal to 1. ഇതാണ് പോയിന്റ്. സെക്കൻഡ് ക്വാഡ്രന്റിലാണ് ഈ പോയിന്റ് കിടക്കുന്നത്. ദർഫോർ theta equal to tan inverse -1, that equal to തേർഡ് ക്വാഡ്രന്റിൽ തീറ്റ എപ്പോഴാണ്, ടാൻ തീറ്റ എപ്പോഴാണ് -1 വരുന്നത് ഒന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും. ദാറ്റ് ഈസ് പൈ ബൈ 4, -π/4 നേരെ പൈ, ദാറ്റ് ഈസ് -3 π/4. ഓക്കെ, ഇത് നിങ്ങൾ എപ്പോഴും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം, അല്ലാതെ ഡയറക്റ്റ് -π എഴുതി വെക്കരുത്, -π/4 എഴുതി വെക്കരുത്. ഏത് ക്വാഡ്രന്റിലാണോ അവിടെ ടാനിൻ്റെ കറസ്പോണ്ടിങ് ആംഗിളാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ദാറ്റ് ഈസ് ആർ ഈക്വൽ ടു റൂട്ട് 2 ആൻഡ് തീറ്റ ഈക്വൽ ടു 3 π/4. ദാറ്റ് ഈസ് റൂട്ട് 2 3 π/4. Problem 6. Replace the following Cartesian equation by equivalent polar coordinates. താഴെ തന്നിട്ടുള്ള കാർട്ടീഷ്യൻ ഇക്വേഷന് കറസ്പോണ്ടിങ് പോളാർ ഇക്വേഷൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്കറിയണ റിസൾട്ടാണ് എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ. ദെൻ ഫസ്റ്റ് സൊല്യൂഷൻ. ഫസ്റ്റ്
y square equal to 4x. From this, we know that y equal to r sin theta. Therefore, y square equal to r square sin square theta equal to 4 into x, that is r cos theta. That is r square sin square theta minus 4r cos theta equal to 0. That is r into r sin square theta minus 4 cos theta equal to 0. From this, r equal to 0 or r sin square theta minus 4 cos theta equal to 0. This is a corresponding equation for the Cartesian equation. That is r equal to 0 or r sin square theta minus 4 cos theta equal to 0. Next, second question. X minus 3 whole square plus y plus 1 whole square equal to 4. That is r cos theta minus 3 whole square plus r sin theta plus 1 whole square equal to 4. Next, in the bracket open ചെയ്യാം. That is r square cos square theta minus 6r cos theta plus 9 plus r square sin square theta plus 3r sin theta plus 1 equal to 4. From this, r square into cos square theta, r square into sin square theta, r square outside എടുത്തു കഴിഞ്ഞാൽ cos square theta plus sin square theta. Next, minus 6r cos theta minus 6r cos theta plus 3r sin theta plus 9 plus 1, that is 10 equal to 4. That is r square minus 6r cos theta plus 3r sin theta equal to minus 6 or plus 6 equal to 0. This is the corresponding polar equation. Okay. Next, problem 7. Replace the following polar equation by equivalent Cartesian equation and identify their graphs. Simple question. Solution like പോവാം. First question, r sin theta equal to minus 1. നമുക്കറിയാം x equal to r cos theta, y equal to r sin theta. ഈ റിസൾട്ട് മാത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. r sin theta equal to minus 1, ഇതിൻ്റെ കറസ്പോണ്ടിങ് കാർട്ടീഷ്യൻ ഇക്വേഷൻ r sin theta സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് y ഈക്വൽ ടു മൈനസ് 1. ഓക്കെ. കൂടെ ഐഡൻറ്റിഫൈ ദർ ഗ്രാഫ്സ്. നമുക്കറിയാം y ഈക്വൽ ടു മൈനസ് 1. y ഈക്വൽ ടു മൈനസ് 1 എന്ന് പറഞ്ഞാൽ എക്സ് ആക്സിനോട് പാരലായിട്ട് മൈനസ് 1ലൂടെ ഒരു പോയിൻ്റ് മൈനസ് 1ലൂടെ ഒരു പോയിൻ്റ്, ഒരു ലൈന് y ഈക്വൽ ടു മൈനസ് 1. എക്സ് ആക്സിനോട് പാരലായിട്ട് y ഈക്വൽ ടു മൈനസ് 1, അതിലൂടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 2. r square equal to 4r sin theta. r square, from this x square plus y square equal to r square. Therefore, r square equal to x square plus y square. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞിരുന്നു r square equal to x square plus y square equal to 4 into r sin theta. That is 4 into r sin theta, that is 4y. This is a equation of the circle. That is x square plus y square minus 4y equal to 0. That is x square plus y minus 2 whole square plus നമുക്കറിയാം, ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ y സ്ക്വയർ മൈനസ് 4y പ്ലസ് 4 i പ്ലസ് 4 എക്സ്ട്രാ വന്നതാണ്. ദെർഫോർ നമ്മൾ അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഒരു മൈനസ് ഉണ്ട്, മൈനസ് 4 കൊണ്ട് ആഡ് ചെയ്തു ഈക്വൽ ടു 0. ദാറ്റ് ഈസ് എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ പ്ലസ് y minus 2 whole square equal to 2 square. This is the circle with the center 0 and 2.
ദറ്റ് ഈസ് ഗ്രാഫ് സെൻറ്റർ 0യും 2യും ആയ ഒരു സർക്കിൾ 0 2 സെൻറ്റർ 0 2 ആയ 2 റേഡിയസ് ഉള്ള ഒരു സർക്കിൾ ദിസ് ഇസ് സർക്കിൾ ഓക്കെ ദാറ്റ് ഈസ് ആർ സ്ക്വയർ 4r സൈൻ തീറ്റ പറഞ്ഞാൽ സർക്കിളാണ് അതിൻ്റെ കറസ്പോണ്ടിങ് കാർട്ടീഷ്യൻ ഇക്വേഷൻ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് 4y ഈക്വൽ ടു 0 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ r equal to 5 divided by sin theta minus 2 cos theta. ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ r sin theta minus 2r cos theta equal to 5. That is r sin theta. That is we know that x equal to r cos theta, y equal to r sin theta. That is r sin theta, that is y minus 2r cos theta, that is 2x equal to 5. That is y equal to 2x plus 5. That is y equal to mx plus c. നമുക്കറിയാം ഇത് ഇക്വേഷൻ ഓഫ് സ്ട്രൈറ്റ് ലൈൻ ആണ്. That is m is the slope, c is the y intercept. Therefore it is a straight line with slope 2 and y interception 5. ഓക്കെ ഇത്രയുമാണ് നിങ്ങളെ ഈ ചാപ്റ്ററിലെ ഫസ്റ്റ് 2 സെക്ഷനിലെ പ്രോബ്ലംസും ടോപ്പിക്കും. ഓക്കെ വൃത്തിയായി പഠിക്കാം. ബാക്കിയുള്ളത് അടുത്ത വീഡിയോ നമുക്ക് പഠിക്കാം.